ഇപ്പൊ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പൊ NDA-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 12-ാം തീയതി ആണെന്ന് കേൾക്കുന്നുണ്ട്. അതുമാതിരി ഇന്ത്യ അലയൻസും BJP-ക്ക് അല്ലെങ്കിൽ NDA-ക്ക് കട്ടയ്ക്ക് നിൽക്കത്തക്ക രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ അവരും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ BJP-യിൽ ആരായിരിക്കും അങ്ങനെ എല്ലാവർക്കും സമ്മതപ്രിയനായിട്ടുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരായിരിക്കും? അല്ല, ജഗദീപ് ധൻഖറിനാണ് ഇതിന്റെ ആദ്യത്തെ കയ്യടി നൽകാനുള്ളത്. കുറച്ചു നാളുകളായി കാണാതിരുന്ന എല്ലാ ചുവരുകളിലും കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയിലെ പ്രവർത്തകർ ഉൾപ്പെടെ പോസ്റ്റർ ഒട്ടിച്ചതാണ് ഇന്ത്യ മുന്നണിയെ കാണാനില്ലെന്ന്. കുറച്ചു നാളുകളായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേച്ചി എവിടെയെങ്കിലും ഇന്ത്യ മുന്നണിയെ കണ്ടിട്ടുണ്ടോ? അവർ ഒരു വഴിക്ക് പോയ കെജ്രിവാൾ ഒരു വഴിക്ക്, രാഹുൽ ഗാന്ധി ഒരു വഴിക്ക്, അതോടൊപ്പം തന്നെ ശരത് പവാർ ഒരു വഴിക്ക്, ശിവസേന ഒരു വഴിക്ക്, CPM നേതാക്കൾ ഒരു വഴിക്ക്, അങ്ങനെ ഇന്ത്യ മുന്നണി ഉണ്ടോ എന്ന് തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ഈ ജമ്മു കാശ്മീരിന്റെ ഇലക്ഷൻ സമയത്ത് തന്നെ അദ്ദേഹം പറയുകയാണ്, ഇവിടെ കോൺഗ്രസും ഞങ്ങളായി മത്സരിക്കുകയാണ്, പക്ഷെ കോൺഗ്രസിനെ കാണാനില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ട് അവർ അവരുടെ പാട്ടിന് പോയി, ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വിജയിച്ചു. ഇന്ത്യ മുന്നണി ഒന്ന് ശക്തമായി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നീട് മമതാ ബാനർജി ഇത് പലതവണ ആവർത്തിക്കുകയാണ്, ഇന്ത്യ മുന്നണി ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ അതിന്റെ തലപ്പത്തേക്ക് എത്തിക്കൂ എന്ന രീതിയിൽ മമതാ ബാനർജി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ഇന്ത്യ മുന്നണിയുടെ ഐക്യം ഉണ്ടാവുകയാണ്. ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള യോഗങ്ങൾ അവർ കൂടുകയാണ്. അവർക്ക് തന്നെ അറിയാം, എന്തായാലും നിലവിലെ ഭൂരിപക്ഷവും ഈ പാർലമെന്റിൽ അംഗങ്ങളുടെ കണക്കുമെടുക്കുമ്പോൾ ഉറപ്പായി തന്നെ BJP-യുടെ സ്ഥാനാർത്ഥി, BJP NDA സ്ഥാനാർത്ഥിയാണ് ഉറപ്പായി വിജയിക്കുന്നത്. മറിച്ച് ഇന്ത്യ മുന്നണി ഒരു മത്സരം ഘടിപ്പിക്കുക, കഴിഞ്ഞ ഈ BJP വിറപ്പിക്കാൻ കഴിയുമോ? ഒരു നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തി അവിടെ നിന്നുള്ള NDA മുന്നണിയിലുള്ള ചില വോട്ടുകൾ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നൊരു ശ്രമമെല്ലാം നടത്താനുള്ള ഒരു നീക്കമാണ് അവർ നടത്തുന്നത്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അതിന് ഒറ്റക്കെട്ടായി നിന്നാൽ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ബീഹാറുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA മുന്നണിയാണ് അവിടെ ഭരണം നടത്തുന്നത്. നിതീഷിന്റെ ജനകീയതയും അതോടൊപ്പം തന്നെ BJP-യുടെ സംഘടനാ സംവിധാനവും ചേർന്ന് നിന്നാൽ അവിടെ BJP NDA സഖ്യത്തെ പരാജയപ്പെടുത്തുക വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അത് നാം മുൻ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. നിതീഷ് കുമാറും BJP-യും ഒറ്റക്കെട്ടായി മത്സരിക്കുകയാണെങ്കിൽ അവിടെ വിജയം കൊയ്തിട്ടുള്ളത് നിതീഷ് കുമാർ തന്നെയാണ്. തുടർച്ചയായ ലോക്സഭയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മറിച്ച് അതിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാൻ കഴിയുമോ എന്നതാണ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ തേജസ്വി യാദവും അടക്കമുള്ളവർ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ കടുപ്പിക്കുകയാണല്ലോ. 52 ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ, കള്ള വോട്ടുകൾ കണ്ടെത്തി അതിനെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ വേദനിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണിക്കാണ്. ഇന്ത്യ മുന്നണികളുടെ ഈ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും, അവരാണ് ഏറ്റവും കൂടുതൽ. ഇന്നലെ രാഹുൽ ഗാന്ധി അവിടെ ഒരു പത്രസമ്മേളനം നടത്തിയോളാം. അദ്ദേഹം നോക്കണം, അദ്ദേഹം ആദ്യം പരിശോധിക്കാനുള്ളത് തന്റെ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം കൃത്യമാണോ, അവർ ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തുന്ന പാർട്ടിക്കാരാണോ എന്ന് പരിശോധിച്ചു നോക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം വിളിക്കാനുള്ളത് നമ്മളെ MA ബേബിയാണ്. MA ബേബിയുടെ പാർട്ടിയെ CPM കണ്ണൂരിലെ ചരിത്രം നമുക്കറിയാമല്ലോ. മരണപ്പെട്ടവർ അന്ന് പ്രത്യക്ഷപ്പെട്ട് വോട്ട് ചെയ്യാൻ വരും. ഗൾഫിലുള്ളവർ ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഗൾഫിൽ നിന്ന് എവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. വിദേശ രാജ്യങ്ങളിലുള്ളവർ കണ്ണൂരിലെത്തി വോട്ട് ചെയ്യും. മരണപ്പെട്ട അച്ഛന് മക്കളെ കാണാം, മക്കൾക്ക് അച്ഛനെ കാണാം തെരഞ്ഞെടുപ്പ് ദിവസം. അങ്ങനെ പ്രത്യേക സംവിധാനം ഒരുക്കിയ നാടാണ് കേരളം. ആ കേരളത്തിലുള്ള ഇന്ത്യ മുന്നണിയിലെ ഒരു സഖ്യകക്ഷിയെ കൂട്ടിയാണ് ഈ വോട്ടർ പട്ടികയിലെ വിവാദം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു സഖ്യകക്ഷിയെ അറിയപ്പെടുന്നത് മമതാ ബാനർജി ബംഗ്ലാദേശികൾ ഈ ബോർഡർ കടന്ന നേരെ കൊടുക്കുകയാണ് ആധാർ കാർഡ്. നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടി അങ്ങനെ ഒരു തരികിട കാണിക്കുന്ന നേതാവാണ് മമതാ ബാനർജി. അത്തരം നേതാക്കളെ ഇരുത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ വെല്ലുവിളി നടത്തുന്നത്. അതിന് സമാനമായ ഒരു നീക്കമാണ് ബീഹാറിൽ ഉണ്ടായിരുന്നത്. നല്ല കാര്യമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും കുറച്ച് പുറത്ത് വരട്ടെ, അവരുടെ തന്നെ കുഴി തോണ്ടുകയാണ് അവനവന്റെ പാർട്ടിക്ക് തന്നെ, കുഴപ്പമില്ല. അതാണ് ഇതിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാലോ, ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ക്രമക്കേട്. അങ്ങനെയാണെങ്കിൽ എല്ലാ തെളിവുകളുമായിട്ട് ബംഗാളിൽ നിന്ന് വരുന്നവർക്ക് ആധാർ കാർഡ് മാത്രം വേണ്ട, നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും, അച്ഛന്റെ പേരും അമ്മയുടെ പേരും, നിങ്ങൾ എത്ര വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്നു, എല്ലാം കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന രീതിയിലേക്ക് പോകുകയാണ്. അത് തന്നെയാണ് ബീഹാറിൽ കണ്ടത്. ബീഹാറിൽ റോഹിംഗ്യ മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശികളും കുടിയേറി പാർത്ത് അവിടെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി കടന്നുകൂടിയതായി കണ്ടെത്തിയതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
ഈ ശക്തമായ രീതിയിലേക്ക് പോകുന്നത്. ഇനി ചിലപ്പോൾ നാളെ ബംഗാളിൽ വരുമ്പോഴും മമത പ്രതിഷേധിക്കും, അവിടെ അട്ടിമറി നടക്കുന്നു എന്ന് പറയും. കേരളത്തിൽ ഇതേപോലെ കടുപ്പിക്കുമ്പോൾ കണ്ണൂരിലെ സഹാക്കൾക്ക് അത് പ്രശ്നമായി മാറും. ഇത് കേരളത്തിൽ ആദ്യമായി ചൂണ്ടിക്കാട്ടി അത് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളാണ്. ആറ്റിങ്ങൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് 2019 24 വോട്ടർ പട്ടികയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രമക്കേട് നടത്തിയതായി ആരോപിക്കുന്നത് അടൂർ പ്രകാശ് എന്ന കോൺഗ്രസിന്റെ നേതാവാണ്, ഇപ്പോഴുള്ള UDF-ന്റെ കൺവീനറാണ്. അത്തരത്തിൽ വലിയ പ്രതിസന്ധികളുണ്ട്. അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അവർ കൂടുതൽ ശക്തിപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. അതിന്റെ ആദ്യ ശ്രമമായാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ അവർ എന്തായാലും തോൽക്കുമല്ലോ, ശശി തരൂരിനെ ഒതുക്കാൻ ഒരു അവസരം ലഭിക്കുകയാണെന്ന് കണ്ടെത്തി ശശി തരൂരിനെ വേണമെങ്കിൽ ഇന്ത്യ മുന്നണി മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തെ ഒഴിവാക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ BJP സപ്പോർട്ട് ചെയ്തിരിക്കും അല്ലേ? BJPക്ക് സ്വന്തം സ്ഥാനാർത്ഥി നിർത്താനുള്ള സാധ്യതയാണ്. കാരണം ഈ ജഗദീപ് ധൻഖർ തന്നെ അദ്ദേഹം പല പാർട്ടികൾ വിട്ടാണ് BJP-യിലേക്ക് വരുന്നത്. അങ്ങനെ BJP-യിലേക്ക് വന്ന ഒരു നേതാവിനെയായിരുന്നു അവിടെ ഉപരാഷ്ട്രപതിയായപ്പോൾ അവർക്ക് കൈപൊള്ളി. അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അവർ പോകില്ല. പൂർണ്ണമായി തന്നെ BJP-യുടെ കേഡറായ BJP-ക്ക് വേണ്ടി പ്രവർത്തിച്ച് പൂർണ്ണമായി വന്ന ഒരു നേതാവിനായിരിക്കും അവർ ആ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ളത് എന്നാൽ കോൺഗ്രസിനാണ്. ചിലപ്പോൾ കോൺഗ്രസ് ശശി തരൂരുമായി ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും പ്രമുഖ നേതാവിനെ മത്സരിപ്പിച്ച് മത്സരം കടുപ്പിക്കാനുള്ള ഒരു ശ്രമവും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതവർ പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഈ ഐക്യമാണ്. 2024 തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്കറിയാം, BJP ഒരു ഭാഗത്തും ഇന്ത്യയിലെ മറ്റു പാർട്ടികളെല്ലാം ഒരു ഭാഗത്തും മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് 2024 കണ്ടത്. ആ ഐക്യത്തിന്റെ ഫലമായാണ് BJP-ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാത്തത്. 240-ലേക്ക് BJP ചുരുങ്ങാനുള്ള കാരണം ആ ഐക്യമുണ്ടായതാണ്. അത് രാഹുൽ ഗാന്ധിയുടെ കഴിവല്ല. നമുക്ക് ഓരോ സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കിയാറ് ഈ BJP ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശിൽ ഈ രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് നടന്നതുകൊണ്ട് അവിടെ വോട്ട് ലഭിച്ചതല്ല. അവിടെ മുലായം സിംഗ് യാദവിന്റെ അഖിലേഷ് യാദവ് കൃത്യമായി തന്നെ അവിടെ പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ സംഘടനാ സംവിധാനവും കഴിവും കൊണ്ടാണ് അവിടെ വിജയിച്ചത്. പിന്നീട് BJP-ക്ക് വലിയ തിരിച്ചടി ഉണ്ടായ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെയും രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് നടന്നതുകൊണ്ട്, ജോഡോ എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് ജയിച്ചതല്ല. അവിടത്തെയും പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാണ്. ശരത് പവാറും അതോടൊപ്പം തന്നെ ശിവസേനയും അടക്കമുള്ള നേതാക്കൾ തുടർച്ചയായി തന്നെ അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർക്ക് അവിടെ വലിയ തിരിച്ചടി ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഓരോ സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴും അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ ഒരു കഴിവ് കൊണ്ടാണ് വിജയിച്ചത്. അത് പറയുന്നത് അത് എങ്ങനെയാണ് പ്രാദേശിക നേതാക്കളുടെ കഴിവ് കോൺഗ്രസിന് മുതൽക്കൂട്ടായത് ഇന്ത്യ മുന്നണിയുടെ പശ്ചാത്തലത്തിലാണ്. ആ ഇന്ത്യ മുന്നണി തന്നെയാണ്. പക്ഷെ അങ്ങനെ വിജയം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങ് കരുതി ഞാൻ എല്ലാം തികഞ്ഞവനായി, എന്നെ കൊണ്ട് എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഹരിയാനയിൽ ഒറ്റയ്ക്ക് പോരാട്ടത്തിന് ഇറങ്ങുന്നു. AAP പലതവണ ആവർത്തിച്ചതാണ് ഞങ്ങൾക്ക് സഖ്യമായി മത്സരിക്കാം, ഞങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ തരുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ സീറ്റുകൾ നൽകുന്നില്ല. ഹരിയാനയിൽ ദയനീയമായി പരാജയപ്പെട്ടു. പിന്നീട് ഡൽഹിയിൽ ദയനീയമായി പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിൽ ദയനീയമായി പരാജയപ്പെട്ടു. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ട് തന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നൊരു ചിന്ത വന്നതിന് ശേഷമാണ് അദ്ദേഹം എന്തായാലും ഇന്ത്യ മുന്നണിയെ വീണ്ടും ശക്തിപ്പെടുത്താനായി ഇറങ്ങിയിരിക്കുന്നത്.